സ്വർഗത്തിലെ കാര്യങ്ങൾ, ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിപ്പിക്കുന്നതാണ് കൊലോസ്യർക്കെതിരെ ലേഖനം പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന സെറ്റ് അവിടെ, അതോ ദൈവരാജ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുക. അല്ലെങ്കിലുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ആൾക്കാരെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യും, ലോകത്തിലെ ആൾക്കാരെ പോലെ നമ്മൾ പ്രതികരിക്കും, ലോകത്തിലെ ആൾക്കാരെ പോലെ മറ്റുള്ള ഒരാളുടെ വീഴ്ചയെ സന്തോഷിക്കും. കണ്ടോ, അത് സംഭവിച്ചു, നല്ല കാര്യം. അങ്ങനെയല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ രാജ്യം. അപ്പോൾ ദൈവരാജ്യത്തിൽ കുറ്റപ്പെടുത്തത്തില്ല. ഒന്ന്, ദൈവരാജ്യത്തിൽ പോകേണ്ടിയവർ പൊയ്യോട്ടെ എന്നും പറയത്തില്ല. കാര്യം ഓരോരുത്തരും യേശുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവർ. സോ സെറ്റ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ് ലോകത്തിന് അനുരൂപരായി തീരാതെ ദൈവരാജ്യത്തിന്റെ മനസ്സായി തീരണം. അതുപോലെ വേണം ബിഹേവ് ചെയ്യാൻ, സംസാരിക്കുവാൻ. സ്നേഹത്തിന്റെ രാജ്യമായി. അത് ഏത് സ്നേഹം? ദൈവത്തിന്റെ സ്നേഹം.